ഇന്ന് നോക്കിയപ്പോൾ ഫുള്ള് തൊപ്പിയാണ്. എവിടെ നോക്കിയാലും തൊപ്പി 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 തൊപ്പി. തൊപ്പിയും രാസലഹരിയും ഒരു പ്രശ്നം ഇങ്ങനെ കറങ്ങുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഞാൻ എന്താണെന്ന് നോക്കിയപ്പോൾ FIR ഇട്ടിട്ടുണ്ട്. FIRനകത്ത് തൊപ്പിയുടെ പേരില്ല. പക്ഷേ ന്യൂസ് ചാനലൊക്കെ പറഞ്ഞത് എന്ന് വെച്ചാൽ തൊപ്പി ഒളിവിൽ രാസലഹരി കേസിൽ ആന അണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ച്. നമുക്കറിയില്ല. പിന്നെ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ആൾ സായി കൃഷ്ണ, പുള്ളിയുടെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അവിടുത്തെ സ്റ്റേഷനിലെ SHO SIO ആരെയൊക്കെ വിളിച്ചിട്ട് ഒരു പോലീസുകാരൻ്റെ പടമൊക്കെ വെച്ച് പുള്ളി സംസാരിക്കുന്ന ആ വീഡിയോ ഒക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ആകെ ഒരു ചിരിയാണ് വരുന്നത്. ഇതെന്തോ ഇത് ആ പയ്യൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ ന്യൂസ് ചാനൽസ് എന്തിനാണ് അവനെ ഇങ്ങനെ പോർട്രേ ചെയ്ത് കാണിക്കുന്നത്? അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ? തൊപ്പി അത്രയ്ക്കും വലിയ ആളാണോ? ചിലപ്പം യൂട്യൂബിലെ വരുമാനം ന്യൂസ് ചാനൽസിനും ഒരു വലിയ വരുമാനമായിരിക്കുമല്ലേ? നമുക്കറിയില്ല, ചിലപ്പോൾ ആയിരിക്കാം. പക്ഷേ ഈ തൊപ്പി എന്ന് പറയുന്ന ആൾക്ക് ചെറിയ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പുള്ളിയുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ചെറിയ എന്തോ ഒരു, അത് പുള്ളിയുടെ പ്രായത്തിൻ്റെയും പുള്ളിയുടെ എന്താ പറയുന്നത്, പുള്ളിയുടെ ഒരു രീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പുള്ളി ലൈവ് ചെയ്യുന്നു, മറ്റേ ഗെയിമിംഗ് പരിപാടി ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റേ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ രഹസ്യ ഇൻഫർമേഷനൊക്കെ കിട്ടിയിട്ട് പോയി പിടിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ഇതിൽ വേറെ ഒരു കാര്യം പറയാനുണ്ട്. തൊപ്പിക്ക് ഇതിൽ ഇൻവോൾവ്മെൻറ്റ് ഇല്ലെങ്കിൽ പുള്ളി മുൻകൂർ ജാമ്യം അപേക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. വേറെ ചിലർ പറയുന്നതെന്ന് വെച്ചാൽ പുള്ളി പേടിച്ചു പോയിട്ടാണ്, പുള്ളി ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ശ്രമിച്ചു എന്നൊക്കെയാണ്. സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കണ്ടു. ഇങ്ങനെ സീക്രട്ട് ഏജൻറ്റ് പറയുന്നത് വീഡിയോ എടുക്കാൻ ശ്രമിച്ചു, അതൊരു ഭയങ്കര ഇതാണ്, പണ്ട് വാതിൽ ചവിട്ടി പൊളിച്ചൊക്കകത്ത് വന്നതല്ലേ, അപ്പോൾ ആ ഒരു സ്കീമൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി പേടിച്ചു പോയി. പുള്ളി ഇങ്ങനെ എന്താണെങ്കിലും അകത്ത് പോകണ്ട എന്നുള്ള ഇതിൽ, കാരണം ഇത് ഡ്രഗ്സിൻ്റെ കേസാണല്ലോ. ഡ്രഗ്സിൻ്റെ കേസാകുമ്പോൾ അകത്ത് പോയാൽ അത്യാവശ്യം ഇടിയൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ അന്വേഷണത്തിൽ തന്നെ ചിലപ്പോൾ ഇടിയൊക്കെ കിട്ടുമായിരിക്കും. 3rd degree ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ ഇത് ഒന്നുമില്ല എന്ന് പറയുമ്പോഴും അത് നമുക്ക് ഫുള്ളായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇയാളുടെ ഡ്രൈവറോ, ഇയാളുടെ അറിയാവുന്ന ആൾക്കാരോ, ഇയാളുടെ കൂട്ടുകാരോ ആരൊക്കെയാണെന്ന്, എന്തൊക്കെയാണ് അത്, പിന്നെ ഇയാളുടെ വീടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇത് സിമ്പിളായിട്ടൊരു കേസായിട്ട് അങ്ങനെ ഈ മീഡിയാസിനെ നമുക്ക് ഫുള്ളായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നതിൽ കുറേയൊക്കെ അവർ തംബ്നെയിൽ അടിച്ചു വിടും, അതൊക്കെ ചെയ്യുമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. കാരണം ഇവൻ്റെ വീട്ടിൽ നിന്നാണ് ഈ പിടിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ ഈ പരിപാടി നടക്കുന്നു എന്നുള്ളത് ആരോ രഹസ്യമായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് പോലീസ് വന്ന് പിടിക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. അല്ലാതെ ആദ്യത്തെ ദിവസം അങ്ങനെ പിടിക്കാൻ വഴിയില്ലല്ലോ. വരുമ്പോൾ തന്നെ ആ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പോലീസ് ഡൗട്ട് വരണമെങ്കിൽ ഇവർ വെളിയിൽ അമ്മാര് ഷോ ഒക്കെ കാണിച്ചിട്ടായിരിക്കണം അകത്തോട്ട് വന്നത്. ഈ പിള്ളേരെന്നൊക്കെ പറയുന്നത് ഈ പെൺപിള്ളേർ, പിന്നെ ആൺപിള്ളേരുണ്ടായിരുന്നു. ഇതൊക്കെ സംഭവം നമുക്കറിയില്ല. ആണെങ്കിലും ഭയങ്കര വെടിപ്പായിട്ടുണ്ട് സംഭവം. ആശാൻ പോയിട്ട് മുൻകൂർ ജാമ്യമൊക്കെ കൊടുത്ത്, കാരണം ഇനി അകത്ത് പോകാൻ വയ്യ ഭായി എന്നും പറഞ്ഞായിരിക്കും ചിലപ്പം പോയി കൊടുത്തതേ. പക്ഷേ ഇതിനകത്ത് കേസിൽ മൊഴിയെടുക്കുമ്പോൾ വേറെ വല്ലതും ഒക്കെ ഇയാളുടെ പേരിലേക്ക് വന്നു കഴിഞ്ഞാൽ, കാരണം ഇയാളുടെ വീടാണ്, ഇയാളുടെ വീട്ടിൽ ഈ ഒരു സംഭവം നടക്കണമെങ്കിൽ ഇയാൾ അറിയാതെ നടക്കില്ല എന്നുള്ള ഒരു സ്കീമും ഉണ്ട് ഇതിനകത്ത്. പോലീസുകാരിങ്ങനെ 5 റൂമിൽ ഇരുത്തിയിട്ട് 5 പേരോട് 5 ചോദ്യങ്ങൾ 5 രീതിയിൽ ചോദിക്കുമ്പോഴേ അതിൻ്റെ പ്രോബബിലിറ്റീസ് ഇങ്ങനെ കൂടുകയാണ്. നമ്മുടെ പുത്തമ്പണത്തിലൊക്കെ കാണിക്കുന്ന പോലെ നമ്മുടെ ദൃശ്യത്തിൽ അവർ എല്ലാവരും സംസാരിച്ച് റെഡിയാക്കി. പക്ഷേ പുത്തമ്പണം സിനിമയിൽ ഇവർ 5 പേരെ 5 മുറിയിലാക്കി 5 അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ പ്രശ്നമാവുമല്ലോ. നീ എന്തിനാണ് വന്നാൽ ഞാൻ തൂറാമെന്നാണ് കൊച്ചിക്ക് എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ വല്ലതൊക്കെ സംഭവം ഉണ്ടാവുമെന്നറിയില്ല. ഇതിനു മുമ്പ് എന്തോ ഒരു കേസിൽ പിടിച്ച് അകത്തിടുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, റിമാൻഡൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 10 ദിവസമോ 12 ദിവസമോ എങ്ങാണ്ട് അകത്തായിരുന്നെന്ന് തോന്നുന്നു. പുള്ളി എന്തോ വളിയുന്നോ എന്തോ പറഞ്ഞെന്ന് ഓൺലൈനിൽ, അത് വലിയൊരു പ്രശ്നമായി എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ഈ കമൻറ്റിലൊക്കെ വന്നിട്ട് ആൾക്കാർ തെറിയൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതൊന്നും കേസല്ലെന്ന് തോന്നുന്നു. ഇമാതിരി ചാനലിൻ്റെ ഉടമ എന്തെങ്കിലും പറഞ്ഞാലോ ഇത് ചെയ്താലോ അവർ ഹോൾഡ് ചെയ്യാൻ ഒരാളുണ്ടല്ലോ. അപ്പോൾ ഈ കമൻറ്റ് എന്നൊക്കെ പറയുന്നത് അനോണിമസ് ആയിട്ടുള്ള അക്കൗണ്ട്സിൽ നിന്നൊക്കെ മറ്റേ അടിച്ചു വിടുന്നതാണ്. അതുകൊണ്ട് അതിനകത്ത് വലിയ കേസും കാര്യങ്ങളൊന്നും വരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് ഒരു വലിയ സംഭവമാണ്. ഒരു കാര്യമില്ലാതെ തൊപ്പി ഒളിവിൽ അതോ ഇതാന്നൊക്കെ പറഞ്ഞ് കേസ് ഞാൻ ഇങ്ങനെ അവൻ്റെ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോയും ഒക്കെ വെച്ചിട്ട് തംബ്നെയിലൊക്കെ ആക്കിയിട്ട് അടിച്ചു വിടുകയാണ്. എന്ത് കാര്യത്തിനല്ലേ? അവൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെന്ന്. യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുന്നു, അവന് ഇഷ്ടം പോലെ പൈസയാണ്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി പൈസ ഉണ്ടായിക്കൂടെ? കുറേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടല്ലോ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുക. ഇപ്പോൾ ഞാനും അതിന് അങ്ങനെ ശ്രമിക്കാറില്ല. എന്നാലും നമ്മളിങ്ങനെ യൂട്യൂബിൽ
നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഫ്രണ്ട് പോലെയാണ്. നമ്മുടെ ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ, ഇപ്പോൾ ഈ തൊപ്പിയുടെ കേസ് തന്നെ ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിങ്ങനെ നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കുകയുള്ളൂ. ഇതിങ്ങനെ പറയുമ്പോൾ ആരുമായിട്ട് ഒരു ഇൻട്രാക്ട് ചെയ്ത പോലെ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഈ കമൻസൊക്കെ വരുമ്പോൾ അതൊക്കെ കാണാൻ രസമൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇവരൊക്കെ അതിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ സായി കൃഷ്ണ എന്ന് പറയുന്ന ആളൊക്കെ അതിൽ നിന്ന് ജീവിക്കുന്നതും അതിൽ നിന്ന് ഒരുപാട് കാശുണ്ടാക്കുന്നതും ബിഗ് ബോസിലേക്കൊക്കെ വിളിക്കപ്പെട്ടതും അങ്ങനെ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ ഈ യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഇതിൽ ഈ ഓൺലൈനിൽ കാശുണ്ടാക്കുന്നവനെ കാണുമ്പോൾ എന്തിനാണ് ഈ കലിപ്പ്? ഞാൻ എന്തിനാണ് കലിപ്പെന്ന് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, ഇവൻ യൂട്യൂബർ ആയതുകൊണ്ടാണോ ഈ തംബ്നെയിൽ അടിച്ചു വിട്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലായിട്ട്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിനിമാ നടനൊക്കെ ആണെങ്കിൽ അത് റീച്ച് കിട്ടും, അതുകൊണ്ട് അങ്ങനെ അടിച്ചു വിടും. ഇപ്പോൾ ഈ ഒരാൾ സിനിമാ നടനൊന്നുമല്ല, വലിയ സംഭവമൊന്നുമല്ല, എന്നാലും അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ടാണോ ഇനി ഇങ്ങനെ ഒരു സംഭവം അടിച്ചു വിട്ടത്? അതോ ഇനി സീക്രട്ട് ഏജൻറ്റ് കള്ളം പറയാണോ? അത് നമുക്കറിയില്ല. കാരണം നമുക്ക് അയാളുടെ വീഡിയോ കണ്ടുള്ള ഇതേ ഉള്ളൂ, പരിചയമൊന്നുമില്ലല്ലോ. പുള്ളി വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത് വീഡിയോയിൽ, അങ്ങനെയൊന്നുമില്ല, എന്താ വാടേ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു കാര്യമില്ലാത്ത ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ. FIRൽ പേരില്ല എന്ന് പറയുമ്പോൾ ന്യൂസ് ചാനൽസ് അങ്ങനെ ഒരു ന്യൂസ് കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു, ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇതിൻ്റെ പുറകിൽ വേറെ വല്ലതും ഗൂഢാലോചനകളുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തോ പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ആ ഫ്ലാറ്റിൽ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇനി ഇത് കേസ് വേറെ വല്ലതുമായിട്ടൊക്കെ മാറുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. അന്വേഷണത്തിൽ ഇങ്ങനെയൊക്കെ തെളിഞ്ഞു അങ്ങനെയൊക്കെ തെളിഞ്ഞു എന്നൊക്കെ വരുമോ? കേരള പോലീസ് എന്ന് പറയുന്ന അങ്ങനെ അഴിമതി കാണിക്കുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചില ആൾക്കാർ, അതിപ്പോൾ എല്ലാ സ്ഥലത്തുണ്ടല്ലോ, ചില ആൾക്കാർ കൃത്രിമമൊക്കെ കാണിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മോശമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അവർ അത്യാവശ്യം നല്ല രീതിയിലായിരിക്കും അന്വേഷിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആണെങ്കിലും വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. ഇതൊരു ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. മറ്റേ ഡബ്സി പ്രശ്നം അതൊക്കെ ഇങ്ങനെ മാഞ്ഞുപോയി. പ്രേംകുമാർ, മറ്റേ ധർമ്മജൻ ബോൾഗാട്ടി, അതൊന്നും കാണാനില്ല. ഇപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഫുള്ള് തൊപ്പിയാണ്. എവിടെ നോക്കിയാലും തൊപ്പി 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 തൊപ്പി. ആണെങ്കിലും പുള്ളി ഭയങ്കര രസമാണ് തൊപ്പി എന്ന് പറയുന്ന ആളെ. പുള്ളി ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ്. അങ്ങനെ നോക്കാം അടുത്ത ദിവസങ്ങളിൽ എന്താണ് അപ്ഡേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റൊക്കെ അറിയുമ്പോഴേക്കും ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് വരാം. കാരണം എനിക്ക് അപ്ഡേറ്റൊക്കെ ചെയ്യാൻ മാത്രമുള്ള സോഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറയുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.